മനസ്സ് എന്താണെന്ന് നമുക്കറിയില്ല, പക്ഷെ മനസ്സ് നമുക്ക് എല്ലാവർക്കും ഉണ്ടെന്ന് നമുക്കറിയാം അല്ലേ. അപ്പം നമ്മളുടെ മനസ്സിന് അതിൻ്റെതായ ചില പാറ്റേണുകളും രീതികളും ഒക്കെ ഉണ്ട്. നമ്മുടെ മനസ്സ് ഒരു വിഷമസന്ധിയിലൂടെ കടന്നു പോകുന്ന സമയത്ത്, ഒരു വേദനയിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമ്മുടെ മൈൻഡിൽ തന്നെ ഇതെങ്ങനെ ഇതിനെ മറികടക്കാം, ഈ പെയിനിനെ എങ്ങനെ മറികടക്കാം, ഈ പെയിനിനെ എങ്ങനെ ഇല്ലാതാക്കാം, എങ്ങനെ ഇതിനെ ഓവർകം ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് നമ്മുടെ തലച്ചോറ് തന്നെ, നമ്മുടെ മനസ്സ് തന്നെ ഒരു അന്വേഷണം നടത്തും. ചിന്തകളൊക്കെ നടക്കുന്നത് മനസ്സിലാണെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ എനിക്ക് ഈ പ്രശ്നമുണ്ടല്ലോ, ഞാൻ എങ്ങനെ ഓവർകം ചെയ്യാമെന്ന് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ മൈൻഡിൽ നിന്നും ഒരു അന്വേഷണം ആരംഭിക്കും. ഈ വെള്ളത്തിൽ നമ്മൾ മുങ്ങിപ്പോകുമ്പോൾ ശ്വാസത്തിന് വേണ്ടിയുള്ള ഒരു പിടച്ചിലുണ്ട് അല്ലേ, അതുപോലെ അതിസങ്കീർണമായ വേദനയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ, കടുത്ത വേദനയിലൂടെ കടന്നു പോകുന്നെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് അതിന് പുറത്ത് കിടക്കാനുള്ള ഒരു ടെൻഡൻസിയും ഉണ്ട്. വേദനകളെ നമ്മുടെ മനസ്സിനും നമുക്കും ഇഷ്ടമല്ല. അങ്ങനെ നിങ്ങൾ അതിനെ മറികടക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് മാത്രം നമ്മുടെ മനസ്സിൻ്റെ ചില ലെവലുകൾ, അതിൻ്റെ ചില തലങ്ങൾ തുറക്കപ്പെടും, അതിൻ്റെ ചില മേഖലകൾ ഓപ്പൺ ആകും. ഈ ഒരു അന്വേഷണം, ഈ വിഷമത്തെ എങ്ങനെ മറികടക്കാം, എങ്ങനെ ഈ പ്രശ്നത്തെ മറികടക്കാം എന്നുള്ള ഈ ഒരു അന്വേഷണം ഒരു ദൈവാന്വേഷണമായിട്ട് പിന്നീട് മാറിയേക്കാം. ചിലരത് മദ്യപാനികളാക്കി മാറ്റും ഈ പെയിൻ. കാരണം അവർ പറയുന്നേക്കാം, ഞാനും എല്ലാം മറക്കാൻ വേണ്ടിയിട്ടാണ് കുടിക്കുന്നത്. ചിലർ ഡ്രഗ്സ് ഉപയോഗിക്കും, സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് പറയും. ചിലർ ദുശീലങ്ങളിലേക്ക് പോകും. പക്ഷെ നമ്മളിൽ പലരും എന്തെങ്കിലും ഒരു ദുഃഖത്തിൻ്റെ ബാക്കിയായിട്ടാണ് ദൈവത്തിലേക്ക് എത്തിയിട്ടുണ്ടാവുക. അപ്പം നമുക്കുണ്ടാകുന്ന സഹനങ്ങൾ, സ്ട്രഗിളിങ്സ് നമ്മളിൽ ഒരു അന്വേഷണം ഉണ്ടാക്കുകയും ആ അന്വേഷണം ദൈവം എന്നതിലേക്ക് എത്തി നിൽക്കുകയും ചെയ്യുന്നു. ദൈവത്തിന് എല്ലാം അറിയാമെങ്കിൽ എന്തുകൊണ്ട് എൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരങ്ങളില്ല, അല്ലെങ്കിൽ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാം എന്ന് ഞാൻ ദൈവത്തോട് ചോദിക്കാം. ഇതൊരു സാധാരണ മനുഷ്യൻ ചെയ്യുന്ന ഒരു കാര്യമാണ്, ഒരു പ്രശ്നം വരുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്നുള്ളത്. പക്ഷെ അതിനകത്ത് വലിയൊരു സ്പിരിച്വാലിറ്റി ഉണ്ട്, മനസ്സിൻ്റെ ഒരു പ്രത്യേകതരം ഒരു പ്രവൃത്തിയുണ്ട് അതിനകത്ത്. അങ്ങനെ ദൈവാന്വേഷണത്തിലേക്ക് എത്തിയ മനുഷ്യൻ ദൈവത്തോട് ആരാഞ്ഞ് തൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് അത്യന്താപേക്ഷിതമായി ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നമ്മളെ തന്നെയാണ്. എന്നാൽ അതിനിടയിലും ചില മനുഷ്യരുണ്ട്, അവനവനെ സ്നേഹിക്കാൻ പറ്റില്ല. നീ കഴിഞ്ഞ ദിവസം തിരിച്ചറിഞ്ഞ ഒരു സംഗതിയാണ്, ഞാൻ എന്നെ സ്നേഹിച്ചാൽ മാത്രമേ എനിക്ക് ചുറ്റുമുള്ള മനുഷ്യർക്ക് എന്നെ സ്നേഹിക്കാൻ പറ്റൂ. ഞാൻ എന്നെ തന്നെ വെറുക്കുകയാണ്, എൻ്റെ തന്നെ പോരായ്മ പറയുകയാണ്, എൻ്റെ തന്നെ കുറവുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഞാൻ എന്നെ തന്നെ സ്നേഹിക്കാത്ത ഒരാൾ ഞാൻ എങ്ങനെ അവകാശപ്പെടും, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ ആവശ്യപ്പെടും മറ്റുള്ളവരോട് നിങ്ങളും എന്നെ സ്നേഹിക്കണമെന്ന്? ബേസിക്കലി നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നമ്മളെ തന്നെയാണ്. പക്ഷെ ചില മനുഷ്യർ ഈ അവനവനെ മറന്നു കളഞ്ഞു. നമ്മൾ ഈ വാത്സല്യം സിനിമയിലെ കണ്ടിട്ടുണ്ടാവില്ല, മമ്മൂട്ടിനെ പോലെ. അതുപോലെ അവനവൻ്റെ എല്ലാം മറന്നു കളഞ്ഞു, അവനവനെ ഞാൻ എന്ന കാര്യമേ മറന്നു കളഞ്ഞു. ആരോഗ്യകരമായ രീതിയിൽ നിങ്ങൾ ഞാൻ എന്ന കാര്യം മറക്കണം, എന്നിട്ട് നിങ്ങൾ ഈഗോ ഒന്നുമില്ലാത്തവരായി മാറി ദൈവത്തിലേക്ക് എത്തണം. അതൊരു ആരോഗ്യകരമായ കാര്യമാണ്. ഇതല്ല, വളരെ നെഗറ്റീവായ രീതിയിൽ എന്നെ ഒന്നിനും കൊള്ളില്ല, ഞാൻ കറുത്തിട്ടാണ്, എനിക്ക് കുറേ കോംപ്ലക്സുകളുണ്ട്, ഞാൻ പണ്ട് തെറ്റ് ചെയ്തിട്ടുണ്ട്, എനിക്ക് ഇങ്ങനത്തെ പ്രശ്നമുണ്ട്, അങ്ങനത്തെ പ്രശ്നമുണ്ട്, ഞാൻ അത്ര നല്ല ആളെന്നല്ല, എനിക്ക് ഡ്രസ്സ് ചേരുന്നില്ല, ഇങ്ങനെ ഞാൻ തന്നെ എന്നെക്കുറിച്ച് നെഗറ്റീവായിട്ട് പറയണം. ഞാൻ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യില്ല, ഞാൻ തന്നെ എന്നെ മനസ്സിലാക്കില്ല, ഞാൻ തന്നെ എനിക്ക് എതിരായിട്ട് നിൽക്കും. എന്നിട്ട് മറ്റുള്ളവരെന്നെ മനസ്സിലാക്കണം, മറ്റുള്ളവരെന്നെ സ്നേഹിക്കണം എന്ന് ആവശ്യപ്പെടും. അപ്പം എനിക്ക് ആദ്യം നിങ്ങളോട് പറയാനുള്ള കാര്യം, നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങണം. എങ്കിലേ നിങ്ങൾക്ക് മറ്റുള്ളവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പോലും നമുക്ക് എക്സ്പീരിയൻസ് ആവാൻ പറ്റും. നിങ്ങൾ നിങ്ങളോട് എന്താണ് ചെയ്യുന്നത് അത് തന്നെയാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ള സമൂഹത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുക. നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാത്തിടത്തോളം മറ്റുള്ളവരുടെ സ്നേഹം നിങ്ങളിലേക്ക് വരില്ല. നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുകയും ഒരു നല്ല പേഴ്സണാലിറ്റി ഉള്ള വ്യക്തിയായിട്ട് തീരുകയും ചെയ്യുമ്പോൾ, എനിക്ക് കൃത്യമായിട്ടൊരു ജീവിതശൈലിയുണ്ട്, എനിക്ക് കൃത്യമായ ചില ചിന്തകളുണ്ട്, എനിക്ക് കൃത്യമായിട്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് ചില ധാരണകളുണ്ട് എന്ന് പറയുകയും ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? മറ്റുള്ളവർക്കും ഇവയാൾക്കൊരു വ്യക്തിത്വം ഉണ്ട് എന്ന് മനസ്സിലാക്കി അവർ നിങ്ങളെ റെസ്പെക്ട് ചെയ്യും. അതേസമയം നമ്മളിൽ പലരും എന്താ ചെയ്യുന്നത്? അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ആവാം, അവർ പറയുന്ന പോലെ ആവാം, ഇവർ പറയുന്ന പോലെ ആവാം. ഇപ്പം ഈ സാഹചര്യത്തിന് നമ്മളൊരു വെള്ളം പോലെയാണ്, എവിടെ കൊണ്ടിടുന്നു അതനുസരിച്ച് നമ്മുടെ പ്രകൃതി എന്ന് പറയുന്നത് നമ്മുടെ സ്വഭാവ രീതി മാറ്റിക്കൊണ്ടിരിക്കും. അപ്പം നമുക്കൊരു പേഴ്സണാലിറ്റി ഇല്ല. ഇപ്പോൾ സ്പിരിച്വാലിറ്റിയിലേക്ക് വരുന്ന ഒരു വ്യക്തിക്ക് സ്ട്രോങ് പേഴ്സണാലിറ്റി ഉണ്ട്. അവൻ ഏത് കാറ്റിനും ഒലയാനൊന്നും പോകുന്നില്ല, ആര് വന്ന് പേടിപ്പിച്ചാലും പേടിക്കാനൊന്നും പോകുന്നില്ല. കാരണം അവനറിയാം അവൻ ആരാണ് എന്നുള്ളത്. ഭക്തി എന്ന് പറയുമ്പോൾ അയ്യോ എല്ലാവരും എന്നെ ഉപദ്രവിച്ചോ, എല്ലാവരും എന്നെ എന്നിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് പോയിക്കോ, എനിക്കെല്ലാം ഒന്നും വേണ്ട, ഞാൻ ഒന്നും ഇല്ലാത്തവനാണ്, ഞാൻ ദരിദ്രനാണ്, ഞാൻ കൊള്ളില്ലാത്തവനാണ്, ഞാൻ പാപിയാണ്, ഇതെല്ലാം ഒരു ആരോഗ്യകരമായ രീതിയിൽ ഞാൻ പാപിയാണ് എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ട്. അവനറിയാം ഞാൻ പാപിയാണ് എന്ന് പറയുമ്പോഴും എൻ്റെ ദൈവസ്നേഹത്തിന് വേണ്ടിയാണ് ഞാനത് പറഞ്ഞതെന്ന്. അതല്ലാതെ അവനവനെ തന്നെ ചവിട്ടി താഴ്ത്തുന്ന നിങ്ങൾക്ക് മറ്റുള്ളവർ നിങ്ങളെ അവകാശപ്പെടണമെന്ന് ആവശ്യപ്പെടാൻ യാതൊരു അധികാരവുമില്ല. പ്രത്യേകിച്ച് ദാമ്പത്യത്തിലൊക്കെ സ്ത്രീകളെ നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുന്നില്ല,
നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നില്ല, നിങ്ങളുടെ കഴിവുകൾ മനസ്സിലാക്കുന്നില്ല, നിങ്ങൾക്ക് എന്ത് വേണമെന്ന് നിങ്ങൾക്ക് തന്നെ അറിയില്ല. എന്നിട്ട് നിങ്ങൾ എങ്ങനെ അവകാശപ്പെടും നിങ്ങളുടെ പാർട്ട്ണറും നിങ്ങളെ മനസ്സിലാക്കണം, സ്നേഹിക്കണമെന്ന്? ഇത് പുരുഷന്മാരുടെ കാര്യത്തിൽ സംഭവിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങളിൽ ഒരു പോസിറ്റിവിറ്റി ഉണ്ടാകൂ, എങ്കിൽ മാത്രമേ മറ്റുള്ളവർ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടൂ. അല്ലെങ്കിൽ അവർക്ക് നിങ്ങൾ എന്തെങ്കിലും പ്രൂവ് ചെയ്യാതെ, നിങ്ങളുടെ പേഴ്സണാലിറ്റി നല്ലതാണെന്ന് പ്രൂവ് ചെയ്യാതെ ലോകം നിങ്ങളെ സ്വീകരിക്കില്ല. ദൈവം കരുണയുള്ളവനാണ്, ദൈവം നിങ്ങൾ എന്താണെങ്കിലും നിങ്ങളെ സ്വീകരിക്കും. പക്ഷെ മനുഷ്യരെങ്ങനെയല്ല. പക്ഷേ ദൈവം ഇത് ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾക്കൊരു പേഴ്സണാലിറ്റി ഉണ്ടാകണം, ഒരു വ്യക്തിത്വം ഉണ്ടാകണം. ഞാൻ തലച്ചോറിനെയും വേദനയെയും കുറിച്ചൊക്കെ പറഞ്ഞു തുടങ്ങിയതല്ലേ, മനസ്സിന്റെ വേദന. എത്രയൊക്കെ നിങ്ങളെ ഒരാൾ അടിച്ചമർത്താൻ ശ്രമിച്ചാലും, എത്രയൊക്കെ നിങ്ങളുടെ നിഷ്കളങ്കതയെ ചൂഷണം ചെയ്യുന്നു, നിങ്ങൾ എളിമപ്പെടാൻ തയ്യാറാവുന്നതിനെ ചൂഷണം ചെയ്യുന്നു, നിങ്ങളുടെ നന്മയെ ചൂഷണം ചെയ്യുന്നു, നിങ്ങൾക്ക് അധികം അവനവന്റെ അവകാശങ്ങൾ സംസാരിക്കാൻ കഴിവില്ല, അതിനെ അവർ ചൂഷണം ചെയ്യുന്നു. ഇങ്ങനെ നിങ്ങളെ കുറവുള്ളവരാക്കി കാണിക്കാൻ വേണ്ടി ബുദ്ധിമാന്മാരായ മനുഷ്യര് നമുക്ക് ചുറ്റുമുണ്ടായിട്ട് അവർ എന്തൊക്കെ തന്നെ ചെയ്താലും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് അതിനെയൊക്കെ ഇതല്ലല്ലോ ശരി, ഇങ്ങനെയല്ലല്ലോ, ഇതല്ലല്ലോ എന്നുള്ളൊരു തോട്ട് നമ്മുടെ ഉള്ളിലുണ്ടാവും. അതായത് ചുറ്റുമുള്ള സാഹചര്യം എത്ര നിങ്ങൾ അടിച്ചമർത്താൻ ശ്രമിച്ചാലും സ്വതന്ത്രത്തിലേക്ക്, അല്ലെങ്കിൽ എനിക്ക് പറ്റുന്നില്ല, എനിക്ക് ശ്വാസം മുട്ടുന്നു, ഇതല്ല എനിക്ക് വേണ്ടത് എന്നുള്ള ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിലുണ്ട്. ആ ചിന്ത ദൈവികം തന്നെയാണ്. കാരണം നിങ്ങളുടെ ഉള്ളിൽ കിടന്ന് ആ പരിശുദ്ധാത്മാവിനെ ഇങ്ങനെ നിങ്ങൾ അതിനെ പുറത്തു വരാൻ സമ്മതിക്കുന്നില്ല, നിങ്ങൾ അതിനെ ഇങ്ങനെ അടക്കി വെച്ചിരിക്കുകയാണ്. മനുഷ്യന്മാരുടെ തോട്ടുകളും മനുഷ്യന്മാരുടെ ഇടപെടലുകളും കൊണ്ട് നിങ്ങൾ എന്താണോ, നിങ്ങളുടെ പവർ എന്താണോ അതിനെ നിങ്ങൾ അടച്ചു വെച്ചിരിക്കുകയാണ്. ദൈവം നിങ്ങളെ ഒരു വ്യക്തിത്വത്തിലേക്ക് ക്ഷണിക്കും, നിങ്ങൾക്കൊരു പേഴ്സണാലിറ്റി ഉണ്ടാകും. ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. കാരണം ഞാനൊരു 9th പഠിക്കുമ്പോഴൊക്കെ പള്ളിയിൽ പോയിട്ട് പ്രാർത്ഥന, എന്നോട് അവർ പറയുവാണ് ഇങ്ങനെ ചെയ്തോന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്തോന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ചെയ്യും. എല്ലാവരും സന്തോഷിപ്പിക്കും, എല്ലാവർക്കും വേണ്ടത് ചെയ്യും. ഞാൻ അതിനു വേണ്ടി എത്ര ത്യാഗങ്ങൾ വരെ ചെയ്യും. ഞാനിപ്പോൾ ഇവിടുന്ന് വണ്ടി കയറി നാട്ടിലോട്ട് പോകും, ഇവിടുത്തെ എല്ലാം ഉപേക്ഷിച്ച് പോകും, എല്ലാം ജോലിയും ദാമ്പത്യത്തിൻ്റെ ഇതെല്ലാം ഉപേക്ഷിച്ച് വന്നിട്ട് നാട്ടിലേക്ക് പോയി അവരെ ഇതൊക്കെ സഹായിക്കും. അത് കഴിഞ്ഞ് മടങ്ങി വരും. അപ്പം ഇവിടെ എല്ലാം പ്രശ്നമായിട്ടുണ്ടാവും, അപ്പോൾ ഇവിടുത്തെ വേറെ അത് ചെയ്യും, ആരെന്ത് പറഞ്ഞാൽ അതാണ് ഞാനെന്ന് ഞാൻ വിശ്വസിക്കും. ഇങ്ങനെ എനിക്കൊരു വ്യക്തിത്വം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ദൈവത്തിലേക്ക് വന്നു കഴിഞ്ഞതിന് ശേഷം ഇന്ന് ഇത് കർത്താവ് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഞാൻ ഇതാണ് ഫോളോ ചെയ്യാം. നുണ പറയരുത് എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നുണ പറയുന്നില്ല. ഞാൻ നുണ പറഞ്ഞാൽ എൻ്റെ മുഖം രക്ഷിക്കാൻ പറ്റുന്ന ചില സമയങ്ങളുണ്ടാവും. ഇന്ന് പള്ളിയിൽ വന്നോ ചോദിച്ചാൽ ഞാൻ പള്ളിയിൽ വന്നു എന്ന് പറഞ്ഞാൽ അതൊരു നല്ല കാര്യമാണ്, പോസിറ്റീവായിട്ട്. പക്ഷെ ഞാൻ പള്ളിയിൽ പോയിട്ടില്ല എങ്കിൽ ഞാൻ പള്ളിയിൽ പോയിട്ടില്ല എന്ന് ഞാൻ പറയും. അതുകൊണ്ട് അപ്പോൾ അവരുടെ മുഖം ചൊള്ളിയും അവർക്ക് ഇതുണ്ടാവും. പക്ഷെ ഞാൻ എന്നോട് തന്നെ കള്ളം പറഞ്ഞിട്ടില്ല. സോ അവനവനോട് തന്നെ നിങ്ങൾ നീതി പുലർത്തണം, അവനവനെ തന്നെ നിങ്ങൾ സ്നേഹിക്കണം. നിങ്ങൾ അവനവനെ തന്നെ നീതി പുലർത്താതെ, അതായത് നിങ്ങളിൽ തന്നെ സത്യസന്ധരല്ല എങ്കിൽ നിങ്ങൾക്ക് ഈ ആത്മീയതയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ ദൈവിക ചൈതന്യത്തെയോ ഉയർത്താൻ സാധിക്കില്ല, അതിനെ വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കില്ല. ഇപ്പോൾ ഒരാളെ നിരന്തരം കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ്, അയാൾ ഒരാളെ കാണുമ്പോൾ ഒരു കള്ളം പറയുന്നു, മറ്റൊരാളെ കാണുമ്പോൾ മറ്റേ കള്ളം പറയുന്നു. അപ്പം അയാൾക്ക് ഇതൊക്കെ ഓർത്തിരിക്കണം. ഈ ആളെ രണ്ടാമത് കാണുമ്പോൾ ഈ നുണ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നും ഇത് ഞാൻ ഓർത്തിരിക്കണമെന്നും ഇതൊക്കെ ഞാൻ ചിന്തിക്കണമെന്നൊക്കെയുള്ള അത്രയും സ്പേസ് തലച്ചോറിൽ ഈ നുണയ്ക്ക് വേണ്ടി അയാൾ മാറ്റി വെച്ചിരിക്കണം. സത്യസന്ധവനായി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് അതിൻ്റെ ആവശ്യമില്ല. അയാളൊരു പച്ച മനുഷ്യനായി സത്യസന്ധമായ ഒരു തുറന്ന പുസ്തകമായിട്ട് ജീവിക്കുകയാണ്. പക്ഷെ ഇതൊരു ഫേക്ക് വേൾഡാണ് അല്ലേ. ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് സ്പിരിച്വാലിറ്റി എന്നത് ഭയങ്കര സഹായകരമായ ഒരു സംഗതിയാണ്. അത് നിങ്ങൾക്ക് സ്പിരിച്വാലിറ്റിയിലേക്ക് വന്നാൽ നിങ്ങളൊരു സ്ട്രോങ് പേഴ്സൺ ആക്കും. 30,000 ആളുകളുടെ മുമ്പിൽ നിങ്ങളെ ദൈവം ഉയർത്തി നിർത്താൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ കണ്ടുകൊണ്ടാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള വ്യക്തിത്വത്തിനെ ദൈവം മാനിച്ചുകൊണ്ട് നിങ്ങളെ അവിടെ നിർത്തും. അതിന് നിങ്ങൾക്ക് ആദ്യം ഒരു പേഴ്സണാലിറ്റി ഉണ്ടാകണം. ആരെന്ത് പറഞ്ഞാലും അതനുസരിച്ച് ഒഴുകുന്ന ഒരു വെള്ളം പോലെ നിങ്ങളായാൽ പോരാ. നിങ്ങൾ കൃത്യമായ ചിന്തകളും ധാരണകളും ഉണ്ടാകണം. എൻ്റെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് സംഭവിച്ചത് വിദ്യാലയങ്ങളിൽ നിന്നുമല്ല, എൻ്റെ കുടുംബത്തിൽ നിന്നുമല്ല. എൻ്റെ കുടുംബത്തിലെ ഒരു കാര്യവും പഠിക്കരുതെന്നുള്ള ധാരണയിൽ ഞാൻ എൻ്റെ മൈൻഡിനെ അതല്ല ശരിയെന്ന് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ സ്കൂളിലുള്ളവർ ചിലപ്പോൾ സ്വാധീനിച്ചിട്ടുണ്ടാകും, പക്ഷെ അതൊന്നുമല്ല. ഞാൻ ദൈവത്തിലേക്ക് വന്നു തുടങ്ങിയപ്പോൾ ഞാൻ 1, 2 എന്ന് എന്താണ് ശരി എന്ന് പഠിക്കാൻ തുടങ്ങി. ആ പഠിച്ച ശരിയെ ഞാൻ ഫോളോ ചെയ്യാൻ തുടങ്ങി. ആ ശരിയിൽ നിന്നും വ്യതിചലിക്കാതിരിക്കാൻ ദൈവം നിരന്തരം പറഞ്ഞു. അതായത് ഞാൻ നിന്നെ പഠിപ്പിക്കാം, നടക്കേണ്ട വഴി ഞാൻ പറഞ്ഞു തരാം, നീ എന്നോട് വിശ്വസ്തനായിരിക്കുക. ദൈവത്തോടുള്ള വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുക. ദൈവം നുണ പറയരുതെന്ന് പറഞ്ഞാൽ നുണ പറയരുത്. അത് എന്ത് സാഹചര്യം വന്നാലും നുണ പറയരുത്. ചെറുതായിരിക്കാം വലുതായിരിക്കാം കാര്യം, നമ്മൾ അതിൽ അനുചിതമായി പെരുമാറരുത്. ബൈബിളിലുണ്ട്, കാര്യം ചെറുതാണെങ്കിലും നീ അനുചിതമായി പെരുമാറരുത്.
ആ യജമാനന് അവർക്ക് നാണയം തൊണ്ട് കൊടുത്തു. അതിനോട് ആ ഒരു ചെറിയ കാര്യത്തിൽ വിശ്വസ്തത പുലർത്തിയെന്നവനെ വലുത് കൊടുക്കൂ. ചെറിയ കാര്യത്തിൽ പോലും നമുക്ക് വിശ്വസ്തത പുലർത്താൻ പറ്റുന്നില്ല. ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് ഈ കാര്യം ചെയ്യുക എന്ന് നിങ്ങൾക്ക് ഒരു ആൾ പറഞ്ഞു, അതുപോലും ചെയ്യാൻ പറ്റാത്ത നിങ്ങളാണ് നമുക്ക് പിന്നെ വലിയ കാര്യങ്ങൾ എങ്ങനെ ദൈവം തരും? എൻ്റെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, എൻ്റെ വ്യക്തിത്വത്തിലെ ഗ്രോത്ത് ഉണ്ടായത് ആത്മീയതയിലേക്ക് വന്നതിന് ശേഷമാണ്. അതിന് എന്നെ നയിച്ചിട്ടുള്ള എൻ്റെ മാനുവൽ, എൻ്റെ ഡിസിപ്ലിൻ പഠിപ്പിച്ചിട്ടുള്ളത് വിശുദ്ധ ബൈബിളാണ്. ഇനി ഏറ്റവും പ്രധാനമുള്ളൊരു കാര്യം കൂടെ ഞാൻ പറയുവാണ്, ഇതൊരു ഫേക്ക് വേൾഡാണ് അല്ലേ? നമ്മുടെ സോഷ്യൽ മീഡിയയും ഒരു ഫേക്ക് വേൾഡ് ക്രിയേറ്റ് ചെയ്യുന്ന, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഭയങ്കര ഒരു സംഗതിയാണ്. ഭാര്യയും ഭർത്താവും നല്ല വഴക്കാണെങ്കിലും നല്ല ഒരുമിച്ച് നിന്നുള്ള ഒരു ഫോട്ടോ എടുത്താൽ മതി, ആളുകളെല്ലാവരും വിചാരിക്കും നമ്മൾ വളരെ ഹാപ്പിയാണെന്ന്. അപ്പോൾ ആളുകൾ നമ്മളെ പ്രശ്നത്തിലാണെന്ന് ആളുകൾ അറിയിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. അത് നിങ്ങൾ ഫോട്ടോ എടുത്തോളൂ, നിങ്ങൾ ഫോട്ടോ ഇട്ടോളൂ, കുഴപ്പമില്ല. നമുക്ക് സോഷ്യൽ മീഡിയയിൽ നമ്മുടെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. അതൊരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടി നടക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ സ്വന്തം ജീവിതത്തിൽ കാപട്യമുള്ളവരായിരിക്കരുത്. കാപട്യമുള്ളവനെ കണ്ടാൽ എൻ്റെ മനസ്സ് പറയും അവനൊന്നുമില്ല, അവന് പ്രത്യേകിച്ച് ഒന്നുമില്ല. കാപട്യമുള്ള മനുഷ്യൻ ദുർബലനാണ്. അവന് സത്യസന്ധതയുള്ള മനുഷ്യൻ ശക്തനാണ്. അവനെ മറ്റുള്ളവർ സത്യസന്ധനായതുകൊണ്ട് മറ്റുള്ളവർ അവനെ നെഗറ്റീവായി പറയുന്നുണ്ടായി. ഇപ്പം ആദ്യത്തെ അപ്പസ്തോലൻ രക്തസാക്ഷിത്വം മരിച്ചു, അദ്ദേഹം സ്തെഫാനോസ്, അദ്ദേഹം സത്യസന്ധനായിട്ടാണ് പറഞ്ഞത്, കല്ലെറിഞ്ഞു കൊന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സത്യസന്ധത ദൈവം എണീറ്റ് നിന്ന് സ്വർഗത്തിലേക്ക് സ്വീകരിച്ചു എന്നാണ് പറയുന്നത്. സത്യസന്ധരായിരിക്കണം. നിങ്ങൾ മഹാത്മാഗാന്ധി അറിയാം, സത്യത്തെക്കുറിച്ച് ഒത്തിരി പറഞ്ഞിട്ടുള്ള ആളാണ്. അദ്ദേഹം എവിടെ പോകുമ്പോഴും അതേ വസ്ത്രം തന്നെയാണ് ധരിച്ചിരുന്നത്. ആ ഒരു തുണി ചുറ്റിയിട്ടുള്ള ഒരു വസ്ത്രം. അദ്ദേഹത്തിന് ഒരു വ്യക്തിത്വമുണ്ട്. അദ്ദേഹം സത്യത്തിനെതിരായിട്ടൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് നിവർന്ന് നിൽക്കാൻ പറ്റും. ഇതുപോലെയാണ് ജീവിതത്തിൽ സക്സസ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള എല്ലാ മനുഷ്യനും അവനവനോട് സത്യസന്ധത പുലർത്തിയതാണ്. ഇത് നമ്മൾ കാപട്യത്തിൽ ജീവിക്കുകയാണ്. ഞാൻ പറയുന്നു, മറ്റുള്ളവരോട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ കാര്യം വിളിച്ചു പറയണ്ട. അത് എനിക്കൂടെ അബദ്ധം പറ്റുന്നൊരു മേഖലയാണ്. അത് അവർ അറിയിക്കുന്നില്ല, അവർക്കത് മനസ്സിലാവില്ല. ഇപ്പൊ ഇതുണ്ടല്ലോ, പന്നികൾക്ക് നിങ്ങൾ മുത്തുകളിട്ട് കൊടുക്കുന്ന പറയാം, പന്നിയാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമ്മുടെ നിഷ്കളങ്കത അവർക്ക് വില വയ്ക്കാൻ അറിഞ്ഞില്ലെങ്കിൽ നിങ്ങളത് നിഷ്കളങ്കമായിട്ട് അവിടെ പെരുമാറണം എന്നല്ല ഞാൻ പറയുന്നത്. ചില കാര്യങ്ങൾ നിങ്ങൾ മറച്ചു വെച്ചോളൂ, ചില കാര്യങ്ങൾ നിങ്ങൾ പറയരുത്. പക്ഷേ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ ഫേക്ക് ആവാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. നാക്ക് ഉപയോഗിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ഒരാളെ ഇഷ്ടമില്ല, അപ്പം നിങ്ങൾ അയാളെ കാണുമ്പോൾ അത്യാവശ്യം എന്തൊക്കെയാണ് വിശേഷം, സുഖമാണോ എന്ന് ചോദിച്ചിട്ട് പോയാൽ മതി. പക്ഷെ ചിലപ്പോൾ ചിലർ വന്നിട്ട് പറയാം, അയ്യോ ഞാൻ ഇപ്പോൾ തന്നെ ഓർത്തേ ഉള്ളൂ, ഞാൻ ഇന്നലെ സ്വപ്നത്തിൽ കണ്ടേ ഉള്ളൂ. ചുമ്മാ ഇങ്ങനെ ഫോൾസ് മൗത്ത്, അതിനെ കാപട്യത്തോടുകൂടെ പറയരുത്. ദൈവം ബൈബിളിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, കാപട്യമുള്ള മനസ്സിൽ എനിക്ക് താമസിക്കാൻ പറ്റില്ല. കാരണം അവിടെ നിറയെ കള്ളവും കാപട്യവുമാണ്. അവിടെ ഞാൻ എങ്ങനെ താമസിക്കാനാണ്? ദൈവം സത്യസന്ധന്റെ ഹൃദയത്തിലാണുള്ളത്. ദൈവത്തിന് സത്യമില്ലാത്തടത്ത് ദൈവത്തിന് ജീവിക്കാൻ പറ്റില്ല. കാരണം ദൈവം ഒരു സത്യമാണ്. അപ്പൊ അവനവനോട് സത്യസന്ധരായിരിക്കുക. എനിക്ക് ഇത് അറിയില്ല എങ്കിൽ എനിക്കറിയില്ല, എനിക്കിത് അറിയാം എങ്കിൽ എനിക്കറിയാം. ഇപ്പം നമ്മൾ വിചാരിക്കും ഇതൊരു ചെറിയ കാര്യമല്ലേ, ഇതിലിപ്പോൾ കള്ളത്തല പറഞ്ഞേക്കാം, ഇതൊരു ചെറിയ കാര്യമല്ലേ. ഇപ്പം ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്, എനിക്ക് ക്യാമറ ഒക്കെ ഉണ്ടെങ്കിലും എനിക്ക് വേണമെങ്കിൽ പണിയെടുക്കാതിരിക്കാം. പക്ഷെ മലയാളികളോട് ഓടി നടന്ന് പണിയെടുക്കും കേട്ടോ. മറ്റുള്ളവരുടെ ദൈവമല്ല എൻ്റെ ദൈവം. എൻ്റെ ദൈവം എൻ്റെ ക്യാമറയിലൂടെ നിരീക്ഷിക്കുന്നവനല്ല എൻ്റെ ദൈവം, മറിച്ച് എൻ്റെ ദൈവം സ്വർഗത്തിലിരുന്ന് എന്നെ കാണുന്നവനാണ്. ഞാൻ പണിയെടുക്കുന്നുണ്ടോ പണിയെടുക്കുന്നില്ലേ എന്നുള്ളത് എൻ്റെ കർത്താവ് കാണുന്നുണ്ട്. അപ്പം എനിക്ക് പ്രതിഫലം തരുന്നതും കർത്താവാണ്. ചിലപ്പോൾ ക്യാമറയിലൂടെ നോക്കിക്കൊണ്ടിരിക്കുന്ന എൻ്റെ മാനേജറിന് ഞാൻ പണിയെടുക്കുന്ന പോലെ തോന്നാം, പണിയെടുക്കാത്ത പോലെ തോന്നാം. ചിലപ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ ദൈവത്തിനെല്ലാം കൃത്യമായിട്ട് കാണാം. അപ്പോൾ അതനുസരിച്ച് ദൈവം എന്നെ അനുഗ്രഹിക്കും. അവൾ പണിയെടുക്കുന്ന ആളാണ്, അപ്പോൾ അതനുസരിച്ചുള്ള അടുത്ത ഒരു അനുഗ്രഹം അവൾക്ക് ഞാൻ തരും. അത് നിന്റെ സത്യസന്ധതയ്ക്ക് ദൈവം റിവാർഡ് തരും. ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, സത്യസന്ധരായിരിക്കുക, എന്ത് വന്നാലും സത്യം വെടിയരുത്, ദൈവമായ കർത്താവ് നിനക്ക് വേണ്ടി പൊരുത്തിക്കൊള്ളും. എന്തുമാത്രം കാപട്യത്തിന്റെ ഒരു ലോകത്താണ് നമ്മൾ താമസിക്കുന്നത് അല്ലേ? ഇനി മറ്റൊരു കാര്യം, എന്തെങ്കിലുമൊക്കെ തന്ന് ദൈവം ഉയർത്തുമ്പോഴോ, എന്തെങ്കിലും നമുക്കൊരു പൊസിഷനിലേക്ക് ദൈവം ഉയർത്തുമ്പോഴോ, എന്തെങ്കിലും നമുക്ക് ആക്കി നിങ്ങളെ തീർക്കുമ്പോൾ, ഇപ്പം എനിക്കൊരു വ്യക്തിത്വമുണ്ട്, അല്ലെങ്കിൽ എന്നെ ദൈവം, നിങ്ങൾക്ക് അറിയത്തില്ല ദൈവത്തിൻ്റെ ജ്ഞാനം, വേറെ ഒരു കാര്യത്തിലും ഒരു പോസിറ്റീവ് പറയാൻ പറ്റാത്ത തരത്തിൽ വ്യക്തിത്വമുണ്ട് കേട്ടോ. അതിന് ദൈവത്തിന് നന്ദി പറയുന്നു. ബാക്കി എല്ലാ കാര്യത്തിലും ഏറ്റവും മിനിമത്തിലാണ് ഞാൻ പഠിപ്പിക്കുന്നത്, ഏറ്റവും ചെറിയ ക്ലാസ്സിലാണ്. എൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ +2 D.Ed മാത്രമാണ്. എനിക്ക് ഡിഗ്രി പോലും കംപ്ലീറ്റ് ചെയ്യാൻ ദൈവം അനുവദിക്കുന്നില്ല. ഇങ്ങനെ എല്ലാ കാര്യത്തിലും ദൈവനെ മൈനസായിട്ട് നിർത്തിക്കൊണ്ട് മൺപാത്രത്തിൽ ഒരു നിധി സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് ദൈവം. എന്നിലൂടെ ഞാൻ ദൈവത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ ഏറ്റവും കുറവുള്ള ആളായി കാണപ്പെടണം എന്നുള്ളത് ദൈവത്തിൻ്റെ തീരുമാനമാണ്. പക്ഷെ മനുഷ്യരുടെ മുമ്പിൽ ദൈവം ഒരിക്കലും എന്നെ ചെറുതാക്കി കാണിച്ചിട്ടില്ല. ദൈവം മനുഷ്യർ നോക്കിയിട്ടേ ഇല്ല. ദൈവം എന്നെ അടിമപ്പെടുത്താൻ ആഗ്രഹിച്ചെങ്കിൽ എനിക്ക് തകർച്ച തരും, ഉയർത്താൻ ആഗ്രഹിച്ചെങ്കിൽ എനിക്ക് വിജയം തരും. അതൊക്കെ ദൈവത്തിന് ഇഷ്ടമനുസരിച്ച് ചെയ്യും. പക്ഷെ ദൈവം ഒരിക്കലും മനുഷ്യരുടെ മുമ്പിൽ തല താഴ്ത്താൻ എന്നെ അനുവദിച്ചിട്ടില്ല. ജോലിയില്ലാതെ ഞാൻ അലഞ്ഞു നടക്കാൻ എൻ്റെ ദൈവം അനുവദിച്ചിട്ടില്ല. എന്നെ വിളിച്ച് ജോലി തന്നിട്ടുണ്ട്.
അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് എന്നെ ദൈവം പ്ലാൻ ചെയ്തിട്ടുണ്ട് എങ്കിൽ, അവിടെ നിർത്തിയിട്ടുണ്ട് എങ്കിൽ അവിടെ ഏത് സമയത്ത് ഏത് രീതിയിൽ എന്നെ അനുഗ്രഹിക്കണം എന്ന് എൻ്റെ അപ്പനറിയാം. ആളുകൾ ഇങ്ങനെ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുമല്ലോ, നമ്മുടെ ജോലി മേഖലയിൽ പ്രൊമോഷനെ കുറിച്ച് ഇതിനെക്കുറിച്ചൊക്കെ. അപ്പോൾ അവരിങ്ങനെ അസ്വസ്ഥരാന്ന് കാണാം, എനിക്ക് പ്രൊമോഷൻ ഉണ്ടെങ്കിൽ അങ്ങോട്ട് വിടും ഇങ്ങോട്ട് വിടുമെന്ന്. പക്ഷെ ഞാൻ സത്യം പറയട്ടെ, ഞാൻ ചിലപ്പോൾ എന്നൊക്കെ പറഞ്ഞേക്കാം, അവർ ഓക്കെ ഇപ്പം എല്ലാവരും ആകുലപ്പെടുമ്പോൾ സാരമില്ല അത് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞേക്കാം. പക്ഷെ എനിക്കറിയാം എൻ്റെ അപ്പൻ എന്നെ കാണുന്നുണ്ട്, ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. അതിനുള്ള പ്രതിഫലം എൻ്റെ അപ്പൻ തരൂലേ? തരും. അവനവനോട് സത്യസന്ധത ഉള്ളവന് മാത്രമേ ആ ധൈര്യം കാണൂ. അവനവൻ്റെ ശക്തി തിരിച്ചറിയുന്നവന് മാത്രമേ ധൈര്യം കാണൂ. നമ്മളൊക്കെ അപ്പൻ്റെ രാജ്യത്തിലെ മക്കളാണ്. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? സത്യസന്ധരായിരിക്കണം. മനുഷ്യരെ താൽക്കാലികമായി പ്രീതിപ്പെടുത്താൻ വേണ്ടി നിങ്ങളൊരു ഫേക്ക് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി കൊണ്ടുവരികയോ, നുണ പറയുകയോ, കാപട്യത്തോടെ പെരുമാറുകയോ, വെറുതെ പുകഴ്ത്തുകയോ ഇതൊന്നും ചെയ്യരുതെന്ന് ബൈബിളിലുണ്ട്. ബൈബിളിൽ എന്ത് പറയുന്നു അതൊന്നും ചെയ്യരുത്. 10 കൽപ്പനകൾ മാത്രമല്ല, മറിച്ച് കാപട്യം പാടില്ല, മത്സരിക്കരുത്. ദൈവം എന്നോട് നിരന്തരം ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, നിന്നേക്കാൾ ശക്തനായവനോട് മത്സരിക്കരുത്. നിങ്ങളുടെ മുകളിൽ ഉള്ള ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ആളോട് പോയിട്ട് സുവിശേഷം പറയാനും അയാളെ മാനസാന്തരപ്പെടുത്താനൊന്നും ചിലപ്പോൾ നമുക്കൊണ്ട് പറ്റത്തില്ല. അയാൾ എന്താണോ അയാൾ അങ്ങനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം. എതിർത്ത് പറയരുതെന്ന് തന്നെയാണ് കർത്താവ് പറയാം. ഓരോ ദിവസവും കർത്താവ് നയിക്കുന്നു. മത്സരിക്കരുത്, നാവിനെ സൂക്ഷിക്കണം, വീണ്ടും ഒരേ തെറ്റ് ആവർത്തിക്കരുത്. ഇങ്ങനെ എത്രയോ കൽപ്പനകളാണ് സുവിശേഷത്തിലൂടെ ദൈവം സംസാരിക്കുക. എല്ലാ ദിവസവും നിങ്ങൾക്ക് വിശുദ്ധ ബൈബിളുമായിട്ട് ഒരു ചെറിയ പാരഗ്രാഫെങ്കിലും വായിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ദൈവം അവിടെ തരും. അതിൽ ശ്രദ്ധിക്കുക, ദൈവം പറഞ്ഞ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക, അതിലൊരു സത്യസന്ധത പുലർത്തുക. വചനത്തോടെ നിങ്ങൾ എന്തുമാത്രം സത്യസന്ധത പുലർത്തുന്നു അത്രമാത്രം ഉയർച്ച നിങ്ങളെ കൊണ്ടുവരും. ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്നുമാണ് പറയുന്നത്. ഞാൻ ഒന്നിനെ കുറിച്ച് ഓരോ ചെറിയ കാര്യത്തിന് ദൈവം എന്തുമാത്രമാണ് കരുതുന്നത്. ആകുലതകളും ഇല്ല എൻ്റെ പ്രൊഫഷണൽ ലൈഫിനെ കുറിച്ച്. മനുഷ്യന് ഒന്നിനെ ആകുലപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾ നുണ പറഞ്ഞാൽ ആ നുണ നിങ്ങൾ ഓർത്തിരിക്കണം. നിങ്ങൾ കാപട്യത്തോടെ പെരുമാറിയാൽ നിങ്ങളോട് തന്നെ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ എങ്ങനെയാണ് അഭിമുഖീകരിക്കാൻ കഴിയുക? സത്യസന്ധരായിരിക്കണം. ഒരു ജെന്യുവിൻ ആയിട്ടുള്ളൊരു മനുഷ്യനെ കണ്ടാൽ എണീറ്റ് നിന്ന് റെസ്പെക്ട് ചെയ്യാൻ എനിക്ക് തോന്നും. കാരണം സത്യസന്ധനായ ജെന്യുവിനായ അവൻ പറയുന്ന കാര്യങ്ങളെല്ലാം ക്രിസ്റ്റൽ ക്ലാരിറ്റി ഉണ്ടാവും. അവരൊരു കാര്യം പറഞ്ഞാൽ, സത്യസന്ധനായ ഒരു വ്യക്തിയുടെ നാവിൽ നിന്നും ഒരു വാക്ക് വന്നാൽ, ജെന്യുവിനായിട്ടുള്ള ഒരു വ്യക്തിയുടെ നാവിൽ നിന്ന് ഒരു സെന്റൻസ് വന്നാൽ അത് അവൻ ഹൃദയത്തിൽ നിന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അതല്ലാതെ 1000 വാക്കുകൾ 1000 സെന്റൻസുകൾ കാപട്യമുള്ള ഒരു മനുഷ്യൻ പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഇവൻ എന്നോടും കള്ളം പറയുന്നു, അപ്പുറത്തും പോയി കള്ളം പറയുന്നു. എന്നെ പുകഴ്ത്തി പറയുമ്പോൾ മറ്റുള്ളവരെ കുറ്റം പറയുന്നു, അവൻ അപ്പുറത്ത് പോയിട്ട് എൻ്റെ കുറ്റവും പറയും അല്ലേ? പക്ഷെ സത്യസന്ധനായവര് ഹൃദയത്തിൽ നിന്ന് സംസാരിക്കുന്ന ഒരുവൻ ഒരു വാക്ക് പറഞ്ഞാൽ മതി, അത് വളരെ പവർഫുൾ ആയിരിക്കും. അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റും. വിശ്വസ്തത നിങ്ങൾ വെടിയാൻ പാടില്ല. ആരോടും, ചെറിയ കാര്യത്തോടാണെങ്കിലും വലിയ. ഞാൻ ഇതെല്ലാം പറയുന്നത് നിങ്ങളെ അനുഗ്രഹിച്ചുയർത്തണമെങ്കിൽ ഇതൊക്കെ വേണം. ദൈവത്തിന് നിങ്ങളെ അനുഗ്രഹിച്ചുയർത്തണമെങ്കിൽ, ദൈവത്തിൻ്റെ ശക്തി നിങ്ങളെ പ്രവർത്തിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ വേണം. സത്യസന്ധത വേണം, കാപട്യം പാടില്ല, ജെന്യുവിൻ ആയിട്ടിരിക്കണം. ഇനി ചെറിയ കാര്യങ്ങളിൽ പോലെ നിങ്ങൾ വിശ്വസ്തരായിരിക്കണം. ഇതെല്ലാം ബൈബിളിലെ അലിഖിതമായ കൽപ്പനകളാണ്. അതായത് 10 കൽപ്പനകൾക്ക് അപ്പുറത്തേക്ക് അലിഖിതമായ പലപ്പോഴായിട്ട് ദൈവം ഏൽപ്പിച്ചിട്ടുള്ള മത്സരിക്കരുത്. ഇതെല്ലാം ഇങ്ങനെ ദൈവം പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ഫോളോ ചെയ്യുന്നു. ആ ദൈവം പറഞ്ഞവനെ എന്നെ പോറ്റാൻ കഴിയുമെന്ന് എനിക്കറിയാം. അതുപോലെ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെ ഫോളോ ചെയ്യുക. ദൈവം നിങ്ങളെ പോറ്റും, ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചുയർത്തും. ദൈവത്തിന്റെ ശക്തി നിങ്ങളിൽ പ്രകടമാകുന്നതിനും നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം, നിങ്ങളൊന്നിനെ കുറിച്ച് ആഗ്രഹപ്പെടേണ്ട, ദൈവമാണ് നിങ്ങളെ ഭരിക്കാൻ പോകുന്നത്. ഭയങ്കര സ്വരമാണ് കേട്ടോ പുറത്ത്. നിങ്ങളുടെ ദൈവത്തിന്റെ ശക്തി നിങ്ങളിൽ പ്രകടമാകുന്നതിനും ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളിലൂടെ ഉണ്ടാകുന്നതിനും ദൈവത്തിന്റെ ഡിവൈൻ എനർജി നിങ്ങൾ സ്ഥിരമായി വസിക്കുന്നതിനും പരിശുദ്ധാത്മാവിന്റെ സ്ഥാനം നിങ്ങൾ സ്ഥിരമായി വസിക്കും. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ മലിനമാകരുത് എന്നൊക്കെ പറയില്ലേ? അല്ലെങ്കിൽ ശുദ്ധതയുള്ളവരായിരിക്കണം ഹൃദയം കൊണ്ട്. ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ക്വാളിറ്റീസ് ഒക്കെ വേണം. അങ്ങനെയൊക്കെ ഉള്ള ഒരാൾ ഒന്നിനെയും പേടിക്കണ്ട. എന്ത് വന്നാലും, ചെങ്കടൽ വന്നാലും ഓക്കെ, കുഴപ്പമില്ല, ദൈവമുണ്ട്. കോട്ട പോലൊരു പ്രശ്നമാണെങ്കിലും ദൈവമുണ്ട്. പ്രൊമോഷനെ കുറിച്ച് ആകുലതയില്ല, സാമ്പത്തികമായ ആകുലതയില്ല, ആരോഗ്യ പ്രശ്നങ്ങളില്ല. അതൊക്കെ നിയന്ത്രിക്കുന്നത് എൻ്റെ അപ്പനാണെന്ന് എനിക്കറിയാം. കാരണം ഞാൻ സത്യസന്ധമായിട്ടാണ് ജീവിക്കുന്നത്. ആ ഒരു വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. ദൈവം പറഞ്ഞതിനെ ഫോളോ ചെയ്യുക, ബാക്കിയെല്ലാം അതിനോടൊപ്പം കൂട്ടിച്ചേർക്കപ്പെടും.